നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള പ്രതിഷേധമടക്കം നടക്കുന്ന ഒരു വേളയാണ്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ മഴ എങ്ങനെ രാവിലെ? സുജപർവ്വതേ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസം കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. അതിന് മുൻപ് 2-3 ദിവസം റെഡ് അലേർട്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. 1-2 സ്ഥലത്ത് വീടുകൾ ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നേരിയ തോതിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ്. എനിക്ക് പുറകിൽ കോട്ടിട്ട കുറച്ച് ആളുകളെ കാണാം. അതായത് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വളഞ്ഞ് കോൺഗ്രസിന് സമരം നടക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴ മുന്നറിയിപ്പുള്ള ദിവസമാണ്. എങ്കിൽ കൂടി അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടേക്ക് സമരവുമായി എത്തുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. പോലീസ് ഉൾപ്പെടെ രാവിലെ എത്തിയിരുന്നു. ചേട്ടൻ, നല്ല മഴയാണ്. മഴയത്താണ് സമരം? മഴയേക്കാൾ വലിയ കൊടിയ അഴിമതിയാണ് കഴിഞ്ഞ 46 കൊല്ലമായിട്ട് കോഴിക്കോട് നഗരസഭാ കാര്യാലയത്തിൽ നടക്കുന്നത്. അപ്പോൾ അത് എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റീൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ മഴയൊന്നും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. മഴക്കോട്ടിട്ടാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതെ, മഴക്കോട്ടാണ്. മഴയുണ്ട്, മഴക്കോട്ട് കൊട, എല്ലാ കാര്യവും എല്ലാം ശരിയായിട്ടാണ് ഞങ്ങൾ വന്നത്. കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ആരെയും കൊണ്ട് കയറ്റൂല. അത് ഉറപ്പിച്ച് ഒരു ജോലിക്കാരെയും കൊണ്ട് കയറ്റൂല. ശുചീകരണ തൊഴിലാളികളെ കയറ്റും. കാരണം ചണ്ടി എടുക്കേണ്ടയും വണ്ടി പാസ് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ സമ്മതിക്കും. അതായത് സമരത്തിന് പാലും ആശുപത്രിക്ക് ഒഴിവാക്കുന്ന മാതിരി ഞങ്ങൾ ഇങ്ങനെ ചണ്ടി എടുക്കുന്നവരെ ഒഴിവാക്കും. ബാക്കി ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റൂല. സുജയ, കേട്ടല്ലോ, മഴയത്തും തണുക്കാത്ത സമരവുമായി കോൺഗ്രസ് വന്നിരിക്കുകയാണ്. കാരണം കോഴിക്കോട് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ ബിൽഡിംഗ് തീപിടിച്ചിരുന്നു. ഒപ്പം തന്നെ കെട്ടിട നമ്പർ ക്രമക്കേടുണ്ട്. ഇന്നലെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിന്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡ് നടത്തി പണം പിടിച്ചെടുത്തിരുന്നു. അങ്ങനെ അഴിമതിയുടെ കേന്ദ്രമായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മഴയത്തും തോരാത്ത തണുക്കാത്ത ഒരു സമരമാകട്ടെ. ആ സമരക്കാഴ്ചകൾക്കായി വീണ്ടും എത്താം. സിനോജ് ഒരു ചായയൊക്കെ കുറിച്ച് തയ്യാറായി നിന്നു. സമരക്കാരൊക്കെ മഴയാണെങ്കിലും മഴക്കോട്ടൊക്കെ ഇട്ട് സമരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഒരു മഴക്കോട്ടൊക്കെ ഇട്ട് ആ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഞാനൊന്ന് കൊച്ചിക്ക് പോട്ടെ ആ സമയം കൊണ്ട്.